അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സക്കാഫിമാർ ഇവിടെ ഒരുപാട് പറയാനുള്ളപ്പോൾ ഞാൻ സംസാരം ദീർഘിപ്പിക്കുന്നില്ല. 2 വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അപ്പൊ ഞാൻ വായിക്കുന്നത്, എനിക്ക് ഈ സമൂഹത്തിന് സമർപ്പിക്കാനുള്ളത്, ബർക്കത്തെടുക്കാനും മറ്റുമൊക്കെ ഞാനും പിന്നാലെ പോയ ഇക്ബാൽ ജാലിയവാലയെ കുറിച്ച് ഇവിടെ അനൗൺസ് ചെയ്തു. ഇനി ആർക്കെങ്കിലും ഏതെങ്കിലും SKSSFകാർക്ക് വേണ്ടിയല്ല ഞാൻ ഈ വായിക്കുന്നത്. ഏതെങ്കിലും SKSSFകാർക്ക് നിങ്ങളുടെ നേതാവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വഞ്ചിച്ചതിന്റെ അടയാളമൊന്ന് പരിശോധിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഈ അഡ്രസ് എഴുതി വെച്ചോളൂ. ഓൺലൈനിലൂടെ കേൾക്കുന്ന പ്രവർത്തകരും എല്ലാം ഈ അഡ്രസ് എഴുതി വെച്ചോളൂ. എന്നിട്ട് ബോംബെയിലേക്ക് പോവുക. കഴിയുമെങ്കിൽ ജാലിയവാലയിൽ നിന്ന് നിങ്ങൾക്ക് ബർക്കത്ത് എടുത്ത് തിരിച്ചു വരാവുന്നതാണ്. ബർക്കത്ത് എടുത്ത് തിരിച്ചു വരാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് പോവാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആദ്യമായി ചുരുക്കുകയാണ്. മുഹമ്മദ് ഇക്ബാൽ വലി ദോറാജിവാല, 453A സത്തർവാല ബിൽഡിംഗ്, ഖാദിരി ഇതിലില്ല, 3rd floor, room number 3A, near ഗോൽദേവൻ മന്ദിർ, മൗലാന ആസാദ് റോഡ്, മുംബൈ 3. അഡ്രസ് എഴുതിയെടുക്കേണ്ട SSFകാരുണ്ടെങ്കിൽ എഴുതിയെടുത്തോളൂ. ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്, പല വിധേയനയായി, ആയിരങ്ങളല്ല. അതിലേതെങ്കിലും ഒരു SSFകാരൻ ഈ അഡ്രസ് കേട്ട് വായിച്ച് അവിടെ പോയിട്ട് സനദ്, ഷെയർ ഈ 3 സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളൊരു അന്വേഷണത്തിന് തുനിഞ്ഞാൽ എന്നോളം നിങ്ങൾക്കാവാൻ കഴിയും. 60 ദിവസം അവിടെ തങ്ങിയപ്പോ ഞാനായതുപോലെ നിങ്ങൾക്കും ആവാൻ കഴിയും. അവസാനം ഞാൻ തുറന്നത് പറയുന്നത് പോലെ നിങ്ങൾക്കാവാൻ കഴിയും. SSFകാർ പോവുകയാണെങ്കിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ 2 പതാകയുമായി പോകണം. പോകുന്ന സമയത്ത് നിങ്ങളുടെ പതാക കയ്യിൽ പിടിച്ചു പോവുക. തിരിച്ചു വരുമ്പോ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ലെങ്കിലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നിങ്ങൾ SKSSFന്റെ പതാകയായിട്ടാണ് വരിക. അതുകൊണ്ട് അതുകൂടി കൊണ്ടുപോകണം. അഡ്രസ് ഒന്നുകൂടി കേട്ടോളൂ. മുഹമ്മദ് ഇക്ബാൽ വലി ദോറാജിവാല, 453A സൂറത്ത് വാല ബിൽഡിംഗ്, 3rd floor, room number 3A, നിയർ ഗോൽദേവൻ മന്ദിർ, മൗലാന ആസാദ് റോഡ്, മുംബൈ 3. ഈ അഡ്രസ്സിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പോവുക. SSFകാർ പരീക്ഷിക്കുക, നിരീക്ഷിക്കുക എന്താണ് അവിടെയെന്ന് ഞാൻ എല്ലാ സ്റ്റേജിലും പറയുന്നു.